പയ്യന്നൂർ സംഭവം പറയുന്നതെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീമതി ശ്രീമതി ടീച്ചർ, ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്തു തോന്നി താങ്കൾക്ക്? അത് പയ്യന്നൂരിൽ മാവിച്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സഹോദരി ഈ രൂപത്തിലുള്ള ഒരു ക്രൂരത സ്വന്തം അമ്മയോട് കാണിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്നുള്ളതല്ല, ഞാൻ കുറേ നേരത്തേക്ക് വളരെ മാനസികമായി വിഷമിച്ചു പോയി. ഒരു അമ്മയുടെ സ്നേഹത്തിൻ്റെ അളവുകോൽ, അളക്കാനുള്ള അളവുകോൽ ഇതുവരെ ആരെയും കണ്ടുപിടിച്ചിട്ടില്ല. അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം. പക്ഷേ മക്കൾക്ക് അമ്മമാരോടും അതേ രൂപത്തിലുള്ള സ്നേഹം തന്നെയാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ലെങ്കിലും അപൂർവം ചില വ്യക്തികളുടെ ഭാഗത്തു നിന്ന് നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവ മനസ്സിൽ നിന്ന് തീർത്തും വറ്റിപ്പോയോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് മാവിച്ചേരിയിലെ ഈ ചെറുപ്പക്കാരി അല്ലെങ്കിൽ മകൾ കാർത്തിയാനി എന്ന് പറയുന്ന നമ്മുടെ വന്യവയോധികയായ ആ സഹോദരിയോട്, അമ്മയോട് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ സമൂഹം ഏറ്റവും ഉത്കണ്ഠയോടുകൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമായിട്ട് ഇതിനകം തന്നെ അത് കേരളത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തെ തുടർന്ന്, ഈ സംഭവത്തെ തുടർന്ന് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമായി പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരുടെ ഇന്നത്തെ കേരളീയ സമൂഹം നേരിടുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യഥാത്വം ആരാലും നോക്കാനില്ലാതെ വീട്ടിലടക്കപ്പെടുകയോ അവഗണിക്കപ്പെടുക മാത്രമല്ല കടുത്ത ഉപദ്രവം തന്നെ ഏൽപ്പിക്കുകയോ ചെയ്യുന്നിടത്തേക്ക് സ്വന്തം മക്കളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. പക്ഷെ സംഭവിച്ചില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ലല്ലോ. ഇതിപ്പോൾ ആ സ്ത്രീ പോലീസുകാരോട് പറയുന്ന ചില വാക്കുകളും നമ്മൾ കേട്ടു. അത് അതിനേക്കാൾ ഭയാനകമെന്ന് മാത്രമേ ഒരു മനുഷ്യ സ്ത്രീക്ക് മകളെന്നുള്ള നിലക്ക് ഒരു സാധാരണ ഒരു മനുഷ്യ മനസ്സിൻ്റെ ഉടമക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്. പ്രത്യേകിച്ച് രക്ഷാകർത്താക്കളെയും വന്യവയോധികരായിട്ടുള്ളവരെയും സംരക്ഷിക്കാനും അതുപോലെ പ്രത്യേകിച്ച് അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഏറ്റവും കടുത്ത ശിക്ഷ നൽകുന്ന വിധത്തിലുള്ള നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ 2007 ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് പാസ്സാക്കിയതാണ്. അന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുന്ന സന്ദർഭത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ മന്ത്രിയും കൂടിയായിരുന്നു ഞാൻ. 2008 തന്നെ അതിൻ്റെ ചട്ടങ്ങളും മറ്റ് വിശദാംശങ്ങളും തയ്യാറാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. 2009 തന്നെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിയമം നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ നിയമമുണ്ട്, ചട്ടങ്ങളുണ്ട്, അതിന് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ജില്ലാ കലക്ടറും RDOമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്, അപ്പലറ്റ് അതോറിറ്റി ഉണ്ട്. ഇതൊക്കെയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിനകത്ത് അച്ഛനമ്മമാർക്ക് നേരിടേണ്ടി വരുന്ന ഈ ദുഃഖകരമായ അവസ്ഥ അതിന് അറുതി വരുത്തണമെങ്കിൽ സർക്കാർ ഇടപെടണം, സമൂഹം ഇടപെടണം. മക്കൾ മാത്രമല്ല, ഇങ്ങനെ മക്കൾ അത്യന്തം ഹീനവും ക്രൂരവുമായ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ മനസ്സിലാക്കിയിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു സമൂഹം അതിൻ്റെ ചുറ്റുമുണ്ടാവേണ്ടതായിട്ടുണ്ട്. ആരാണ് വയസ്സായിട്ടുള്ളവർ, അവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ സമൂഹം തന്നെ, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും എത്ര 60 വയസ്സിന് ശേഷമുള്ള എത്ര പേർ പഞ്ചായത്തിലുണ്ട്, അവരുടെ സ്ഥിതി എന്താണ്, അവർ ബെഡ് റിഡനാണോ, അവർ രോഗാതുരരാണോ, അവർക്ക് ചികിത്സ കിട്ടുന്നുണ്ടോ, അവർക്ക് സംരക്ഷകരുണ്ടോ, അവർക്ക് ഗവൺമെൻറ് കഴിഞ്ഞ ഞാൻ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആശ്വാസകിരണം ബെഡ് റിഡനായിട്ടുള്ള ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ അവരെ സംരക്ഷിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അലവൻസ് ഉണ്ട്. അതൊക്കെ കൊടുക്കാൻ വേണ്ടി അതൊക്കെ ലഭിക്കുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കേണ്ടുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇനി ഇതൊരു മാതൃകയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. ഒരാൾക്കും സ്വന്തം അമ്മയെ, പെറ്റമ്മയെയും അച്ഛനെയും ഇതുപോലെ ക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ ഇടയാകാതെ വരത്തക്ക വിധത്തിൽ കേരളത്തിൽ ഇനി മുതൽ അങ്ങോട്ട് കുറച്ചുകൂടി സമൂഹം ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടതുണ്ട്. സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഒപ്പം സമൂഹവും എന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ശരി, ശ്രീമതി KA തുളസി, താങ്കൾ വനിതാ കമ്മീഷനിൽ അംഗമെന്ന നിലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണല്ലോ. പയ്യന്നൂരിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമായാണോ കാണുന്നത്, അതല്ല
സ്വന്തം അനുഭവത്തിൽ നിന്ന് സമാനമായ പരാതികൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വനിതാ കമ്മീഷൻ ചാർജ് വഹിച്ചിരുന്ന കാലത്ത് ഒരുപാട് ഇതുപോലുള്ള കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം പലപ്പോഴും ഈ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി പലപ്പോഴും ഓർമ്മശക്തി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിൽ നിന്ന് അവരുടെ മൊഴിയെടുക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം മാതാപിതാക്കളുടെയും ഒരു പ്രശ്നം, മക്കൾ എത്ര ക്രൂരത കാണിച്ചാലും മക്കളെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വിട്ടുകൊടുക്കാൻ പല മാതാപിതാക്കളും തയ്യാറാകാറില്ല. കാരണം അവർ പല മർദ്ദനങ്ങൾ സഹിക്കുന്നു, ഭക്ഷണം കിട്ടാത്ത സാഹചര്യങ്ങൾ വരുന്നു, ചികിത്സ കിട്ടാത്ത സാഹചര്യങ്ങൾ മക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എന്നിട്ടും പല മാതാപിതാക്കളും സ്വന്തം മക്കളെ ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ക്രൂരതകൾ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് മറ്റുള്ള ആളുകളോട് തുറന്നു പറയാൻ പോലും പലപ്പോഴും തയ്യാറാവാറില്ല. തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ കർശനമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ, പ്രത്യേകിച്ച് വയോജന സംരക്ഷണ നിയമം വളരെ ശക്തമായിട്ടുള്ളൊരു നിയമം തന്നെയാണ്. UPA സർക്കാർ നടപ്പിലാക്കിയ അതിശക്തമായിട്ടുള്ളൊരു നിയമം തന്നെയാണ്. ആ നിയമം നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം വന്നത് ഇതുപോലെ വ്യാപകമായി വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായപ്പോഴാണ് അത്തരത്തിലൊരു നിയമത്തിൻ്റെ ആവശ്യം നമ്മുടെ രാജ്യത്ത് വന്നത്. എന്തായാലും നമുക്കറിയാം, ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു അമ്മയുടെ കേസിലാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഓർമ്മശക്തിയില്ല, പ്രായത്തിൻ്റെ മറ്റ് അവശതകളും രോഗാവസ്ഥകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ കുട്ടിക്കാലത്ത് സ്വന്തം മക്കൾ എത്രമാത്രം ദുശാഠ്യം കാണിച്ചാലും വാശി കാണിച്ചാലും മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചാലും അതിലൊന്നും തന്നെ പ്രത്യേകിച്ച് അമ്മമാർ അവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ അവരോട് ക്രൂരത കാണിക്കുകയോ ചെയ്യാറില്ല. അപൂർവം ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലും നമുക്കറിയാം അമ്മമാർ എപ്പോഴും മക്കളോട് വാത്സല്യത്തോടു കൂടി തന്നെയാണ് പെരുമാറാറുള്ളത്. അപ്പോൾ അതേ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു അവസ്ഥ തന്നെയാണ് വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്കും സംഭവിക്കുക. അവരുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളും അവരുടെ ചിന്തകളും അവരുടെ ബുദ്ധിക്കുമൊക്കെ ആ കൊച്ചുകുട്ടിയുടെ അവസ്ഥ തന്നെയായിരിക്കും. അപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ എത്രമാത്രം കരുതലോടുകൂടിയാണോ നോക്കി നടത്തുന്നത്, അതിനേക്കാൾ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കി നടത്തേണ്ട അവസ്ഥയാണ് നമ്മുടെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുടെ സാഹചര്യം. അത് ഇതുപോലെ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ ഇതുപോലെ ക്രൂരത കാണിക്കുന്നത് ചാനലുകളിൽ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന സാഹചര്യമാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും ആ മകളുടെ മുഖത്ത് യാതൊരു കൂസലുമില്ല എന്നുള്ളത് നമ്മളെയൊക്കെ വളരെ വളരെ ആശങ്കയിലായിട്ടുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അവർ പറഞ്ഞ കാര്യങ്ങൾ, മാതാപിതാക്കളെ നോക്കേണ്ട കടമ ആൺമക്കൾക്കാണ്, അപ്പോൾ സ്വത്ത് തട്ടിയെടുക്കാൻ ഈ സ്ത്രീക്ക് കഴിഞ്ഞു, അതേസമയം അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ല. അപ്പോൾ ഇതുപോലുള്ള വാക്കുകളൊക്കെ എങ്ങനെയാണ് മക്കളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് വളരെ അതിശയത്തോടു കൂടി തന്നെയാണ് നമ്മളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം വളരെ അതിശയത്തോടും അത്ഭുതത്തോടും കൂടിയാണ് ആ സ്ത്രീയുടെ വാക്കുകൾ നോക്കി കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു കേസിൽ കർശനമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അവരിപ്പോൾ റിമാൻഡിലാണ്. സ്വാഭാവികമായിട്ടും നിയമ നടപടികൾ നേരിട്ട് വരുമ്പോഴാണ് ഇതുപോലുള്ള പ്രവണതകൾ കാണിക്കുന്ന മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മറ്റു മക്കൾക്ക് അത്തരത്തിലുള്ള ഒരു അവസ്ഥകളിലേക്ക് സ്വന്തം കുടുംബത്തെ കാര്യങ്ങൾ എത്തിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷൻ നടത്തുന്ന ഷോർട്ട് സ്റ്റേ ഹോം വളരെ ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ താമസിക്കാൻ വീടില്ലാത്തവരോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നവരോ ആയിട്ടുള്ള ആളുകളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആ ഷോർട്ട് സ്റ്റേ ഹോമിൽ വനിതാ കമ്മീഷൻ താമസിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരു ദുഃഖസത്യം എന്ന് പറയുന്നത് നല്ല വരുമാനമുള്ള സർക്കാർ സർവീസിൽ ഇരിക്കുന്ന മക്കളുടെ പോലും അമ്മമാർ, അത് ഷോർട്ട് സ്റ്റേ ഹോം ആണെങ്കിലും വർഷങ്ങളോളം അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അതിനൊരു അമ്മ ഞങ്ങളുമായിട്ട് പങ്കുവെച്ച കാര്യം, എന്നെ എൻ്റെ മക്കളുടെ വീട്ടിലേക്ക് അയക്കരുത്, അങ്ങനെ അയക്കുന്നതിന് പകരം എനിക്കൊരു തുള്ളി വിഷം വാങ്ങിച്ചു തന്നാൽ മതി എന്നൊരമ്മ പറയുകയുണ്ടായി. അപ്പോൾ പലപ്പോഴും ഇതാണ്, സ്വന്തം മക്കളുടെ ഭാഗത്തുനിന്ന് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അതിക്രൂരമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോൾ പല അമ്മമാർക്കും അവരുടെ ആ ഒരു വാർദ്ധക്യ അവസ്ഥയിൽ അതിനെ തരണം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അവിടെ അവർക്കൊപ്പം നിൽക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകരും തന്നെയാണ്. അതുപോലെ തന്നെ മാധ്യമങ്ങളും ഇതുപോലുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അത് ഒരുപാട് പേരുടെ മനസ്സുകളിൽ കൃത്യമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ കാരണമാകും എന്നുള്ളതൊരു വസ്തുതയാണ്. പാർവതി, ഈ പയ്യന്നൂർ സംഭവത്തെ നമുക്ക് എത്ര വേണമെങ്കിലും അപലപിക്കാം. ചന്ദ്രമതി എന്ന ആ മകളെ എത്ര വേണമെങ്കിലും ഒറ്റപ്പെടുത്താം, കടുത്ത ശിക്ഷ നൽകണം എന്ന് ആവശ്യപ്പെടാം. പക്ഷേ നിയമം കർക്കശമാക്കണം, തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്ത നിർവഹണമാണോ ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായിരിക്കുന്നത്? അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഈ വിഷയങ്ങളിൽ ജാഗ്രതയോടെ ഇടപെടണം എന്നൊരു സാമൂഹ്യ ഉത്തരവാദിത്തത്തിൻ്റെ തലത്തിലാണോ ഇത് പരിശോധിക്കപ്പെടേണ്ടത്?
വ്യക്തിതലത്തിൽ എന്ത് നഷ്ടപ്പെടുന്നു എന്നത് അവനവനെ ആലോചിപ്പിക്കേണ്ട എന്ത് തരത്തിലുള്ള ഇടപെടലാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മുടെ നാട്ടിൽ കൊച്ചു കുടുംബം, കൊച്ചു കേരളത്തിലെ സന്തുഷ്ട കുടുംബം, സ്വർഗമായ കുടുംബം, അവിടെ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, മക്കൾ അച്ഛനമ്മമാരെ നോക്കുന്നു. ഇങ്ങനെ ഐഡിയൽ സിറ്റുവേഷൻസിനെയാണ് നമ്മൾ എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെയാണ് എപ്പോഴും നല്ലതാണ്, മക്കൾക്ക് അച്ഛനമ്മമാരെല്ലാ കരുതലും കൊടുക്കുന്നു, മക്കൾ സേഫാണ്, അച്ഛനമ്മമാർ സേഫാണ്. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ നോക്കുമ്പോൾ ഒരു പബ്ലിക് സ്പേസിലെ വയലേഷനേക്കാളും കൂടുതൽ ഒരു നമ്മുടെ സ്വന്തം ഇടം എന്ന് നമ്മൾ വിശ്വസിക്കുന്നിടത്ത് വീടുകൾക്കകത്ത് നടക്കുന്ന ക്രൂരതകൾ പലപ്പോഴും കണക്കാക്കപ്പെടുകയോ നോക്കുകയോ അതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ച പോലും നമുക്കില്ലാതെ പോകുന്നു. ഇപ്പോൾ ഈ പയ്യന്നൂർ നടക്കുന്ന സംഭവം നമ്മളെ ഒരു ഞെട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയങ്ങളിലുള്ള ഉൾക്കാഴ്ചയുടെ കുറവാണ്. ഇതിനകത്ത് എനിക്ക് പറയാൻ തോന്നുന്നത്, SP ഫോർട്ട് ഹോസ്പിറ്റലിന് മുമ്പിൽ ഇതുപോലെ ഒരു പ്രായമായ വൃദ്ധനെ കണ്ടു. അദ്ദേഹം നല്ല ഇംഗ്ലീഷൊക്കെ പറയുന്നത്, അദ്ദേഹം ഒരു കാർപ്പൻ്ററാണ്, പഴയ കാലത്തെ പഠിച്ചിട്ടൊക്കെ ഉള്ള വ്യക്തിയാണ്, നല്ല കാർപ്പൻ്ററാണ്. ഇപ്പോൾ തൊഴിലെടുക്കാൻ കഴിയാത്തത് കൊണ്ട് കിട്ടുന്ന ഒരു ചെറിയ ഒരു വരുമാനം, ഒരു പെൻഷനുണ്ട്, അത് മരുമകൾ വാങ്ങിക്കുന്ന ഒരു ദിവസം ഒഴിച്ച് ബാക്കി ഒരു ദിവസവും ഭക്ഷണം കൊടുക്കില്ല. വെളിയിൽ പോയി ചായ കുടിക്കാൻ പോയാൽ തല്ലും, അതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിടരുത് എന്ന് കൈ കൂപ്പി ഒരു 88 വയസ്സുകാരൻ പറയുകയാണ്. അവിടെ പോലീസുകാരെ വിളിച്ചേൽപ്പിച്ചപ്പോൾ അവർ ജനറൽ ഹോസ്പിറ്റലിലെ 9ാം വാർഡിൽ വിട്ടിട്ട് അഡ്രസ്സ് ഉള്ള ആളായതുകൊണ്ട് തിരിച്ച് അവിടെ വീട്ടിൽ കൊണ്ടുവിടുക മാത്രമേ ഞങ്ങൾക്ക് ഓപ്ഷനുള്ളൂ, പഞ്ചായത്ത് ആൾക്കാരെ കണ്ട് അവിടെ ഇനിയൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു വിലക്കാം എന്നാണ് അവർ പറയുന്നത്. ഇത് നമ്മൾ ഓരോ വീട്ടിലും ചെന്ന് ഓരോ വിഷയങ്ങൾ കണ്ടിട്ട് അതിന് പരിഹാരം കാണുക, അവരെ ജയിലിലാക്കുക എന്നതിനുപരിയായിട്ട് ഒരുപാട് വൃദ്ധരായ വ്യക്തികൾക്ക് ഇങ്ങനെ പൊതുവായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷോർട്ട് സ്റ്റേ ഹോംസ് അല്ല, സോഷ്യൽ ഒരു സാമൂഹ്യപരമായി സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ, ഇടങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള കാലത്ത് ജോയിൻറ്റ് ഫാമിലി കഴിഞ്ഞു, ന്യൂക്ലിയർ ഫാമിലിയും കഴിഞ്ഞു, ഭർത്താവും ഭാര്യയും പലപ്പോഴും പിരിഞ്ഞിട്ട് ഇപ്പോഴും സിംഗിൾ പാരൻസ് ആണ്. അച്ഛൻ്റെ കൂടെയോ അമ്മയുടെ കൂടെയോ മക്കൾ ജീവിക്കുന്ന തരത്തിൽ മനുഷ്യരെ ഒറ്റപ്പെട്ട് തുരുത്തുകളായി മാറുകയാണ് കേരളത്തിലും. ഇത് അമേരിക്കയിലെ ഇംഗ്ലണ്ടിലെ അവസ്ഥയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമാവുന്നവരെ നോക്കാൻ, ആർക്കും വേണ്ടാതാകുന്ന കുഞ്ഞുങ്ങളെ നോക്കാൻ നമുക്ക് അനാഥാലയങ്ങൾ എന്ന് വിളിക്കാത്ത സോഷ്യൽ വെൽഫെയർ ഹോംസ് നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ ദീർഘവീക്ഷണത്തോടെ ഇനിയെങ്കിലും കാണുക. ഇതിന് സമൂഹത്തിൽ ഇതിനുള്ള സന്നദ്ധ സംഘടനകളോ സന്നദ്ധരായി പ്രവർത്തിക്കാൻ കഴിയുന്നവരെയോ ടെസ്റ്റ് എഴുതി പാസ്സായി അവിടെ അപ്പോയിൻ്റ് ചെയ്ത് അതിനൊരു സംവിധാനം തന്നെ ഇനി ഉണ്ടാവണം ഓരോ ജില്ലകളിലും. ഇത് കുറേ കാലമായിട്ട് നമ്മൾ പറയുകയാണ്, ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഇവരെ ആശുപത്രി കൊണ്ട് താമസിപ്പിക്കുക, അവരെ കൊണ്ട് ഷോർട്ട് സ്റ്റേ ഹോം, അങ്ങനെയല്ല. ഒരു ഇത് കഴിഞ്ഞാൽ മുതിർന്ന ആൾക്കാരാണ്, എനിക്ക് സ്വന്തമായിട്ട് വേറൊരിടത്തോട്ട് താമസിക്കണം എന്നൊരു പ്രായമായ അച്ഛനോ അമ്മയോ ആഗ്രഹിച്ചാൽ ഓൾഡ് ഏജ് ഹോമിൽ പണം കൊടുത്ത് അങ്ങോട്ട് കൊണ്ട് ചേർക്കാൻ മക്കൾക്ക് പോലും കഴിയാത്തപ്പോൾ ഞാൻ അനാഥയാണ്, എൻ്റെ പൈസ മുഴുവൻ മക്കൾ വാങ്ങി എനിക്കൊരിടത്ത് പോകണമെന്ന് പറഞ്ഞാൽ അവരെ ഉത്തരവാദിത്വം സ്റ്റേറ്റിന് ഏറ്റെടുക്കാൻ പറ്റണം. അതാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ടാക്സ് കൊടുക്കുന്നവരല്ലേ, നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ടോള് പോലും കൊടുക്കുന്നുണ്ട്. ടോള് പോലെ സാധാരണ മനുഷ്യരുടെ കയ്യിൽ നിന്ന് എല്ലാ ദിവസവും ഇത്ര രൂപ എല്ലാ മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാൽ മതി അത് നടത്തി പോവാൻ. നമ്മൾ ടോളിൽ അങ്ങോട്ട് പോകുമ്പോൾ 5 രൂപ, ഇങ്ങോട്ട് പോകുന്ന 5 രൂപ പോലെ നമ്മൾ വാങ്ങിയാൽ പോലും നമ്മുടെ എല്ലാവരിലും നമുക്ക് അച്ഛനമ്മമാരെ കാണാൻ കഴിയും, എല്ലാവരിലും നമുക്ക് മക്കളെ കാണാൻ കഴിയും, എല്ലാ സിറ്റിസൻസിനും അതിന് സഹായിക്കും എന്നാണ് തോന്നുന്നത്. അത്രയും വലിയൊരു പണം പോലും ഉണ്ടാക്കാനായിട്ട് ഇതിന് ആലോചനയാണ് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് വെൽഫെയർ ഹോംസ് ഇനി ഉണ്ടായേ പറ്റൂ, ഷോർട്ട് സ്റ്റേ ഹോംസ് ഒന്നും അല്ല. എത്ര അമ്മമാരാണ് സ്വന്തം മക്കളെ അടിക്കുന്നത് കാരണം, തല്ലുന്നത് കാരണം. നമ്മൾ ഇതിന് മുമ്പ് എത്രയോ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ബെഡ്ഡിഡനായി പോയവരെ, ജോലിക്ക് നിന്നവരടിച്ചു, മരുമകൾ അടിച്ചു. കാരണം അവർക്കും ക്ഷമ കെടുകയാണ്. അവരുടെ സ്വപ്നങ്ങളിൽ അവർ കാണുന്ന പരസ്യ ചിത്രങ്ങളിലെയോ അവർ കാണുന്ന സീരിയലുകളിലെയോ വലിയ ജീവിതമാണ് അവർ സ്വപ്നം കാണുന്നത്. അവർ വിചാരിക്കുന്നത് അവരെ കാരണം തളച്ച് ഈ ഒരു വയസ്സായ സ്ത്രീ വീട്ടിലുള്ളത് കൊണ്ട്, വയ്യാതായ ഈ സ്ത്രീ വീട്ടിലുള്ളത് കൊണ്ട് എൻ്റെ ജീവിതം തളയ്ക്കപ്പെട്ടു എന്നാണ്. അവരുടെ ശത്രുത മുഴുവൻ അവർ തല്ലി തീർക്കും. അത് ആ സ്ത്രീ ചീത്തയാണ്, അവരുടെ മനസ്സിൽ ദുഷ്ടതയുണ്ട് എന്നൊക്കെ നമ്മൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം, നമുക്ക് വികാരം കൊള്ളാം. പക്ഷെ അതിനുപരിയായിട്ട് ആ സ്ത്രീക്ക് എന്ത് രക്ഷ? നാളെയും ഇവർക്ക് പോകേണ്ടത് മറ്റൊരു മരുമകളുടെ വീട്ടിലേക്കായിരിക്കും. അവർക്ക് നോക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഒരാളിൽ നിന്ന് മറ്റൊരാളുടെ 3 മക്കളുണ്ടെങ്കിൽ 3 വീടുകളിലേക്ക് മാറി 2 മക്കളുണ്ടെങ്കിൽ 2 മക്കളിലും മാറി ഒരാളെ ഉള്ളെങ്കിൽ ആർക്കും വേണ്ടാതെ അടിമയെ പോലെ. എത്ര കാലം നമുക്ക് നമ്മളുടെ ടാക്സ് പേയേഴ്സായിട്ട് നമ്മളുടെ നാട്ടിൽ നല്ല പൗരന്മാരായി ജീവിച്ചിരുന്നത് ഇന്ന് എനിക്കോ നിങ്ങൾക്കോ നാളെ ശ്രീമതി ടീച്ചറിനോ അവിടെ ഇരിക്കുന്ന പാനലിരിക്കുന്ന ആർക്കോ വരാവുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ജീവിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ദീർഘവീക്ഷണത്തോടെ ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആലോചിക്കുന്നത്. വളരെ നവീനമായൊരു നിരീക്ഷണമാണ് ശ്രീമതി പാർവതി നടത്തിയിരിക്കുന്നത്.
ശ്രീ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെ ഈ വീക്ഷണത്തെ കാണുന്നു? അതായത് ഒരു കുടുംബത്തിലെ ഏതാനും വ്യക്തികൾ നന്നായിരുന്നാൽ ഉണ്ടാകാതിരിക്കുകയും ആരെങ്കിലും ഒരാൾ പിഴച്ചുപോയാൽ ഉടനെ സംഭവിക്കുന്നതുമായ ഒരു ആപത്തായിട്ടാണോ ഇതിനെ കാണേണ്ടത്?